വീട്ടിലിരിക്കുമ്പോൾ പാസ്ത കഴിക്കണം എന്ന് തോന്നിയാൽ നിങ്ങളൊന്ന് ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചു നോക്കൂ. ഇതൊരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കാൻ തോന്നും കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും വെള്ളം ഒഴിച്ച് നന്നായി ചപ്പാത്തി രൂപത്തിൽ കൈകൊണ്ട് കുഴച്ചെടുക്കണം. കുഴച്ച് ഇതുപോലെ ആയി കിട്ടിയതിന് ശേഷം 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നമുക്കിനി ആ സമയം മിക്സ് തയ്യാറാക്കാം. ചെറുതായി കട്ട് ചെയ്ത ഇഞ്ചി, വെളുത്തുള്ളി, ഉണക്കമുളക് പൊടിച്ചതും കറിവേപ്പില കട്ട് ചെയ്തതും ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് തന്നെ 2 സ്പൂൺ സോയാ സോസ് ഒഴിച്ച് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. ഇനി ഒരു പാനെടുത്ത് അതിലോട്ട് 2 കപ്പ് വെള്ളം ഒഴിച്ച് ചെറുതായി ചൂടാകുമ്പോൾ തന്നെ അതിലോട്ട് നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ച മാവെടുത്ത് കത്രിക കൊണ്ട് ഇതുപോലെ കട്ട് ചെയ്തിടുക. ഇനി ഇത് തിളക്കുമ്പോൾ പാസ്ത നന്നായി വെന്ത് കിട്ടും. എന്നിട്ട് ഇതുപോലെ കോരിയെടുത്ത് ഒരു പാത്രത്തിലോട്ട് ഇടുക. പാസ്ത വേവിച്ചെടുത്ത വെള്ളം കളയണ്ട, വേണമെങ്കിൽ കുടിക്കാം. നമ്മൾ ആ വെള്ളം കളഞ്ഞൊന്നുമില്ല കേട്ടോ. ഇനി ഒരു ചീനച്ചട്ടി എടുത്ത് അതിലോട്ട് 4 സ്പൂൺ എണ്ണ ഒഴിച്ച് തിളപ്പിച്ചെടുക്കണം. എന്നിട്ട് നേരത്തെ ഉണ്ടാക്കി വെച്ച മസാലയിലോട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഒഴിക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. ഇനി പാസ്ത ഇതിലോട്ടിട്ട് നന്നായി മിക്സ് ചെയ്യുക. അങ്ങനെ നമ്മുടെ പാസ്ത തയ്യാറായി കിട്ടി. ഇനി ഇത് ചൂടോടുകൂടി കഴിച്ചു നോക്കൂ. കുട്ടികൾക്കൊക്കെ ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് മൈദ അല്ലല്ലോ, ഗോതമ്പ് ഉണ്ടാക്കുന്നതുകൊണ്ട് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു. അപ്പോൾ ലൈക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ.